Welcome to Bake Shop Creation. I am your favorite chef, Chef EK. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ജാപ്പനീസ് ചീസ് കേക്ക്. അന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഒറിജിനൽ ചീസ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാമെന്ന്. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒറിജിനൽ ചീസ് കേക്കാണ്, ക്ലാസിക് ചീസ് കേക്കാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാം ക്ലാസിക് ആയിട്ടുള്ള ക്ലാസിക് ചീസ് കേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം here is the recipe. Let's go to the bake shop. ആദ്യമേ നമുക്ക് ഗ്രാം ക്രാക്കർ പൊടിച്ചെടുക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടറോട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഗ്രാം ക്രാക്കറിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ബട്ടർ വെച്ച് മിക്സ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല ഉണ്ട പോലെ വരണം. ആ ഉണ്ട പോലെ വന്നു കഴിഞ്ഞാൽ ആ ഗ്രാം ക്രാക്കർ ക്രസ്റ്റ് നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി ആണെന്ന് മനസ്സിലാവും കേട്ടോ. ഇനി നമ്മുടെ കേക്ക് മോൾഡിലിട്ട് നല്ല ബേസ് നല്ല ലെവലാക്കി പ്രസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബേസ് നന്നായിട്ട് ഞാൻ നല്ലോണം അമർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കാര്യം കൂടി, നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന മിക്സർ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു കാര്യം ചെയ്യണം. വേറൊന്നുമല്ല, 160 ഡിഗ്രിയിലാണ് നമ്മൾ ഏകദേശം 1 മണിക്കൂറാണ് ബേക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ബേക്ക് ചെയ്യുന്നത് വാട്ടർ ബാത്ത് ഉപയോഗിച്ചാണ്. അപ്പം നമ്മുടെ ബേസ് ഇപ്പോൾ ഓൾറെഡി ബേക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വാട്ടർ ബാത്ത് വെച്ച് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. 226 ഗ്രാം സോഫ്റ്റ് ക്രീം ചീസാണ് കേട്ടോ. 1/3 കപ്പ് ഗ്രീൻ ഷുഗർ, 1 ടീസ്പൂൺ വാനില എസൻസ്, 1/4 ടീസ്പൂൺ ലെമൺ ജസ്റ്റ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സവർ ക്രീമാണ്. അപ്പോൾ സവർ ക്രീം നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടില്ലെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ളവർക്ക് ഹാൻഡ് കേർഡ് ചെയ്ത യോഗട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് നമ്മുടെ തൈരിലെ വെള്ളം കളഞ്ഞുള്ള യോഗട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് കേട്ടോ, ഈ നമ്മുടെ സവർ ക്രീമിന് പകരം കേട്ടോ. 1/4 കപ്പ് സവർ ക്രീം, 1 എഗ്, 2 എഗ് യോക്ക്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട് ചീസ് കേക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. വേറെ ഒന്നുമല്ല, എല്ലാ നമ്മുടെ ചീസ്, സവർ ക്രീം, എഗ്ഗ്, അതാണ് നമുക്ക് മിനിമം നമ്മൾ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ. ഈ സംഭവം എപ്പോഴും റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. അതായത് നമ്മൾ ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പേ നമ്മുടെ റൂം ടെമ്പറേച്ചറിലാക്കുക. ഇപ്പോൾ റൂം ടെമ്പറേച്ചർ എന്ന് സാധാരണ നമ്മൾ പറയുന്നത് AC ടെമ്പറേച്ചറാണ് റൂം ടെമ്പറേച്ചറായിട്ട് കൺസിഡർ ചെയ്യുന്ന പുറം രാജ്യങ്ങളിൽ. പക്ഷെ നമ്മുടെ ആണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കാവുള്ളൂ കേട്ടോ. ഒരു കാരണവശാലും എല്ലാത്തിൻ്റെയും ടെമ്പറേച്ചർ വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നല്ലൊരു ചീസ് കേക്ക് കിട്ടത്തില്ല നമുക്ക്. ഇനി നമ്മൾ ഉണ്ടാക്കിയ ബേസിലോട്ട് നമ്മൾ ഉണ്ടാക്കിയ മിക്സർ ട്രാൻസ്ഫർ ചെയ്ത് 160 ഡിഗ്രിയിൽ ഏകദേശം 1 മണിക്കൂർ ബേക്ക് എടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ചീസ് കേക്ക് ഫുള്ളായിട്ട് ബേക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് സെർവ് ചെയ്യുന്ന ഏത് ടൈമാണെന്ന് വെച്ചാൽ മിനിമം ഒരു 6 മണിക്കൂറേലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഓവർനൈറ്റ്, അതായത് ഒരു ദിവസം തലേദിവസം രാത്രി ചെയ്തിട്ട് രാവിലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് ഇൻ ദ വേ ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു നെക്സ്റ്റ് ടൈം.